പൊതുവെ ഈ മാധ്യമങ്ങൾക്ക് ബി.ജെ.പിയെ കാണുമ്പോൾ വല്ലാത്തൊരു അസഹിഷ്ണുത ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ ഈ ഇടയായിട്ട് വലിയ രീതിയിൽ അത് കണ്ടുവരുന്നുണ്ട്. ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, ഇനി ഇത്തരത്തിൽ വാസ്തവ വിരുദ്ധമായ വാർത്തകൾ കൊടുത്താൽ നേരെ അങ്ങ് പത്രാഫീസിലേക്ക് കയറി വരും എന്നുള്ള രീതിയിൽ വരെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ബി.ജെ.പിക്ക് സംസാരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് മാറേണ്ടി വരുന്നു. ഈ വയനാടും ചേലക്കരയിലും ഒക്കെ ഈ തോറ്റ മുന്നണികളുടെ പ്രസിഡന്റുമാരുടെ ഒന്ന് നെഞ്ചത്ത് കയറാനോ അല്ലെങ്കിൽ അവരോട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാനോ ഒന്നും തയ്യാറാവാത്ത മാധ്യമങ്ങൾക്ക് ബി.ജെ.പി എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഭയക്കുന്നത്? ബി.ജെ.പി മാധ്യമങ്ങളെ ഭയക്കുന്നു? അല്ല, ബി.ജെ.പി ഭയക്കുന്നു എന്നല്ല, ബി.ജെ.പി മാധ്യമങ്ങൾ ഭയക്കുകയാണ്. അല്ല, തന്നെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയില്ലേ, മാധ്യമങ്ങൾ ബി.ജെ.പിയെ വല്ലാതെ വേട്ടയാടുന്നു എന്ന്. മാധ്യമങ്ങൾ വേട്ടയാടുന്നു എന്നതിന് എന്താ തെളിവ്? ഈ കാര്യങ്ങൾ ഇപ്പൊ പാലക്കാട് ബി.ജെ.പി പോലും പറയാത്ത കാര്യങ്ങൾ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജിയിലേക്ക് പോകുന്ന ഒരു പ്രമുഖ മാധ്യമം ബ്രേക്കിംഗ് ആയി കൊടുത്തതാണ്. പക്ഷെ അദ്ദേഹം പറയുന്നു അദ്ദേഹം മുന്നണി അത് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ല, ഇതേപോലത്തെ ആക്ഷേപങ്ങൾ CPM പറയാറുണ്ട് ഇല്ലേ? CPM തകർക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം ജയരാജൻ പറഞ്ഞത്, ഇ.പി. ജയരാജൻ പറഞ്ഞുകൊണ്ടോ അമേരിക്കയിൽ നിന്ന് ഫണ്ട് വരുന്നുണ്ട്, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഫണ്ട് വരുന്നുണ്ട്, CPM തകർക്കാൻ വേണ്ടി ശ്രമമാണെന്നുള്ളത്. അപ്പോൾ ഇത് ജനറലി പണ്ട് മുതലേ പറയുന്ന ഒരു എല്ലാ പാർട്ടികളും, കോൺഗ്രസ് മാത്രം പറയാറില്ല. കോൺഗ്രസ് പിന്നെ വഴി കിടക്കുന്ന ചെണ്ടയാണ്, ആർക്കും കൊട്ടാം, അതാണ് അവരുടെ രീതി. അവർക്ക് പരാതിയില്ല. പണ്ട് ഞാൻ കോട്ടയത്ത് ജോലി ചെയ്യുമ്പോൾ, പത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ എന്നോടൊരു പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വല്ലപ്പോഴും നമ്മുടെ വാർത്ത എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും വേണ്ടേ, ഒരു കാര്യം ചെയ്യും, നമുക്കെതിരെ എന്തെങ്കിലും വാർത്ത കൊടുക്കുക. ഞാൻ പറഞ്ഞു, അത് മോശമല്ലേ, നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലേ. അന്ന് അദ്ദേഹം പറഞ്ഞൊരു പാഠം ഇപ്പോൾ ഒരു 10-15 വർഷം മുമ്പാണ്. അത് എനിക്ക് അന്ന് സ്ട്രൈക്ക് ചെയ്യാത്തൊരു പാഠമാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞൊരു സാധനമില്ല, എല്ലാം പബ്ലിസിറ്റിയാണ് അല്ലേ. അപ്പോൾ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു നേതാവിനെതിരെ നമ്മൾ നെഗറ്റീവ് വാർത്ത, അയാൾ പാർട്ടി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയാണ്. അവിടെ ബൂസ്റ്റ് ചെയ്യപ്പെടുന്ന ആരെന്ന് പറയാം, ആ നേതാവിനെയാണ്. ആ നേതാവ് പാർട്ടി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു, അതുകൊണ്ട് പാർട്ടിക്ക് എന്തോ ദോഷം വന്നു. പാർട്ടിയാണോ ആ വ്യക്തിയാണോ വലുതാവുന്നത്? ആ വ്യക്തിയാണ്. അപ്പോൾ ഇതൊരു പണ്ടേ ഉള്ള ഒരു ട്രെൻഡാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കേരളത്തിലെ ബി.ജെ.പിക്ക് നേരെ ഒരു സംഘടിതമായ ആക്രമണം നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യമൊന്നും നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ സുരേന്ദ്രൻ്റെ കഴിഞ്ഞ ദിവസത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള പത്രസമ്മേളനം ഞാനും നമ്മുടെ TG മോഹൻദാസും കൂടെ, ചേട്ടനും ഞാനോട് ഒരുമിച്ചിരുന്ന കണ്ട്, നമ്മളത് മുഴുവൻ കണ്ടു. മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ചാടിയാണ് സുരേന്ദ്രനോട് ചോദിക്കുന്നത്. പക്ഷെ സുരേന്ദ്രൻ വളരെ കൂളായിട്ട്, വളരെ പക്വതയോടെ, വളരെ ഡീസൻ്റായി, ടാക്റ്റിക്കലായിട്ട് പത്രസമ്മേളനം കൈകാര്യം ചെയ്തു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിണറായി വിജയൻ്റെ ഒരു പത്രസമ്മേളനം നോക്കാം, ആളുകൾ പഞ്ചപുച്ഛം അടക്കിയിരുന്ന മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്. പക്ഷേ ഒരു ബി.ജെ.പി നേതാവിൻ്റെ പത്രസമ്മേളനമാണ് ഇവർ അഗ്രസീവായിട്ട് ചാടി വീഴും. അതൊരു കാര്യമാണ്. 2, ആ പത്രസമ്മേളനത്തിൽ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുകയാണ്, അത് കുറേ കാലമായി തുടരുന്നുണ്ട്. പിന്നെ അപ്പോഴൊരു ചോദ്യം വന്നു, താങ്കൾ പ്രസിഡന്റ് സ്ഥാനത്ത് മാറുമോ? പ്രസിഡന്റ് സ്ഥാനത്ത് മാറുമോ എന്നുള്ള ചോദ്യം ശരിക്കും ഇറലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം പാലക്കാട് ബി.ജെ.പിക്ക് എന്താ നഷ്ടമുണ്ടായി? ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റല്ല. നിലവിലുള്ളൊരു സീറ്റിൽ പരാജയപ്പെട്ടാൽ ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഏറ്റെടുക്കണം എന്ന് പറയുന്നത് മനസ്സിലാക്കാം. പക്ഷെ പാലക്കാട് ബി.ജെ.പി തോറ്റിട്ടില്ല. സുരേന്ദ്രൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പൊളിറ്റിക്കൽ ഗ്രാഫ് എടുത്താൽ, കേരളത്തിലെ ബി.ജെ.പിയുടെ ഗ്രാഫ് നോക്കിയാൽ ബി.ജെ.പിക്ക് വലിയ നേട്ടമാണ്. ഒരു പാർലമെൻറ്റ് സീറ്റ് ജയിച്ചു. അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ കഴിവും കൂടി ഉണ്ടാവാം. എന്നാൽ പോലും സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എങ്കിലും സുരേന്ദ്രനോട് അവകാശപ്പെട്ടതാണ്. കേരളത്തിലെ 10 മണ്ഡലങ്ങളിൽ ബി.ജെ.പി 1ാം സ്ഥാനത്തെത്തി. 10 നിയമസഭാ മണ്ഡലങ്ങളിൽ, പാർലമെൻറ്റിലെ മൊത്തത്തിൽ ഓട്ട് ഷെയർ നോക്കുമ്പോൾ 10 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനം, ഏതാണ്ട് 20% അടുത്ത് വോട്ടും നേടി. അത് സുരേന്ദ്രൻ്റെ ഈ പ്രസിഡൻഷ്യൽ ഷിപ്പിൻ്റെ കാലത്തുണ്ടായ നേട്ടമാണ്. അപ്പോൾ ശരിക്കും സുരേന്ദ്രനെ സംബന്ധിച്ച് ആ ഗ്രാഫ് മുന്നോട്ടാണ്. പാലക്കാട് നോക്കുമ്പോൾ ബി.ജെ.പിയുടെ ബേസ് വോട്ടുകളിൽ കുറവുണ്ടായിട്ടുമില്ല. അപ്പോൾ ആ ചോദ്യം അപ്രസക്തമാണെന്ന് മാത്രമല്ല, അത് ഈവിൾ മോട്ടീവോടെ ചോദിക്കുന്നതാണ്. അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു, അത് എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് കേന്ദ്ര നേതൃത്വമാണ്, കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത് വരെ ഞാൻ ഈ കസേരയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിലവിൽ എനിക്ക് മാറാൻ ഉദ്ദേശമില്ല, എന്നെ നിയമിച്ചവർക്കാണ് എന്നെ മാറ്റാൻ അധികാരം. അത് സുരേന്ദ്രന് മാത്രമല്ല, കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ എല്ലാ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്മാർക്കും അത് ബാധകമാണ്. കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ മാറ്റാൻ തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ വേറൊരു ഉത്തരവാദിത്തം കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ മാറും. പക്ഷേ അതേക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, TGയും ഞാനും കൂടെ ഒരുമിച്ചിരുന്ന് TV കാണുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് സുരേന്ദ്രൻ നടത്തിയ ഉടനെ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ മാധ്യമം എഴുതി കാണിച്ചത്,
സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചു. സുരേന്ദ്രൻ ഒഴിയാൻ താല്പര്യം അറിയിച്ചു. സുരേന്ദ്രൻ പറഞ്ഞത് കേന്ദ്ര നേതൃത്വം മാറ്റിയാൽ ഞാൻ മാറും എന്ന് പറഞ്ഞാൽ ഞാൻ മാറാൻ തയ്യാറാണ്, ഇപ്പം ഞാൻ ഒഴിയാൻ പോകുന്നു എന്നല്ല. ഞാൻ മാറാൻ തയ്യാറാണെന്നുള്ള ഒരു വ്യാഖ്യാനം വേണം എടുക്കാം. എപ്പോഴാണ്? കേന്ദ്രം മാറ്റിയാൽ. ഇപ്പോൾ കേന്ദ്രം മാറ്റേണ്ടുന്നൊരു സാഹചര്യമില്ല. അപ്പോൾ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. രണ്ടാമതൊരു കാര്യം സുരേന്ദ്രൻ പറയുന്നത്, ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കൊടകര കുഴൽപ്പണം എന്ന് പറഞ്ഞിട്ടൊരു വിവാദം വന്നു. അന്ന് ഏതോ ഒരുത്തനല്ല, BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ജീവനക്കാരനായിരുന്ന, പിന്നീട് പാർട്ടി വിട്ടുപോയ, ഇപ്പോൾ CPMൻ്റെ ഒരു മെഴ്സിയിൽ ജീവിക്കുന്ന ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്ന് ഒരു ചരടും കെട്ടിച്ച് ഒരു ചന്ദനക്കുറിയും തൊടിയിച്ച് കുറേ ആക്ഷേപങ്ങൾ പറഞ്ഞു. ആ ആക്ഷേപങ്ങൾ അത്രയും 2 വർഷം മുമ്പ് ഈ കേസുണ്ടായ സമയത്ത് പുറത്തു വന്ന അതേ കാര്യങ്ങളാണ്. നത്തിങ് ന്യൂ, ഒന്നും പുതിയതില്ല. 2 വർഷം മുമ്പ് കേസ് ഉണ്ടായപ്പോൾ എന്തെല്ലാം മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തോ അതേ കാര്യങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്തു. പുതിയതല്ലേ? 2 വർഷം മുമ്പത്തെ കാര്യം എന്തിനാണ് വീണ്ടും കൊടുക്കുന്നത്? അപ്പോൾ അത് BJPയെ ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം ആക്ഷേപിക്കാനാണ്. ഇതൊരു വസ്തുതയാണ്. അപ്പോൾ ശോഭ വന്നാൽ, ശോഭാ സുരേന്ദ്രനെ കണ്ട ശോഭാ സുരേന്ദ്രൻ്റെ പിന്നാലെ നടക്കുന്നു. എന്തിനാണ്? സുരേഷ് ഗോപി പറഞ്ഞ പോലെ തീറ്റ വല്ലതും കിട്ടാനാണോ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അത് മാധ്യമങ്ങൾക്ക് വാർത്ത തീറ്റ തന്നെയാണ്. അത് എനിക്ക് ഒരു മാധ്യമ പ്രവർത്തനമൊന്നുമില്ല, ആ പറഞ്ഞതിൽ ആക്ഷേപമൊന്നുമില്ല. ഭക്ഷണം വാർത്തയാണ്. ഈ വാർത്ത പിന്നെ മാധ്യമപ്രവർത്തകരും ജോലി ചെയ്യുന്നവരാണ്. ജോലി ചെയ്യുന്നത് എന്തിനാണ്? ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, പണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും ഈ തീറ്റ എന്നുള്ള വാക്ക് അപമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാധ്യമപ്രവർത്തകൻ്റെ തീറ്റ തന്നെയാണ് വാർത്ത. അത് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ വിഷമിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എനിക്കൊരു വിഷമവും തോന്നിയില്ല. എൻ്റെ തീറ്റ വാർത്ത തന്നെയാണ്. അപ്പോൾ ആയിക്കോട്ടെ. അങ്ങനെ തീറ്റയ്ക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ വന്ന പിന്നാലെ നടക്കുന്നു. ഏത് നേതാക്കന്മാരെ കണ്ടാലും പിന്നാലെ നടക്കുന്നു. പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വീട്ടിലിരിക്കുന്ന, ഒന്നും മിണ്ടാതിരിക്കുന്ന BJP പ്രവർത്തകരുടെ വീട്ടിലോട്ട് ചെന്ന് ഓരോ കമൻറ്റ്സ് എടുത്ത് വാർത്തയാക്കുന്നു. ഇത് കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്. BJPക്കെതിരെ എന്തുമാത്രം വാർത്തകൾ ഇവർ കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിക്കൂ. എത്ര ടൺ പത്രക്കടലാസ് ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര ടൈം സ്ലോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ ഇപ്പം 19 സീറ്റിൽ LDF തോറ്റുപോയില്ലേ? ഗോവിന്ദൻ രാജിവെക്കണമെന്ന് ഒരു മാധ്യമവും പറഞ്ഞില്ല, ഒരു ക്യാമ്പയിനും ആരംഭിച്ചില്ല. അപ്പോൾ സുരേന്ദ്രനെ മാറ്റണം. അത് സുരേന്ദ്രൻ ആയതുകൊണ്ട് മാത്രമല്ല. നാളെ ശോഭ വരട്ടെ അധ്യക്ഷയായിട്ട്, അല്ലെങ്കിൽ V മുരളീധരൻ വീണ്ടും വരട്ടെ, അതല്ലെങ്കിൽ മറ്റൊരാൾ BJPയുടെ അധ്യക്ഷൻ കൃഷ്ണദാസ് ആവട്ടെ, അല്ലെങ്കിൽ MT രമേശ് ആവട്ടെ, അപ്പോഴും ഇവരെന്ത് ചെയ്യും? ആദ്യത്തെ ഒരാഴ്ച ചിലപ്പം സുരേന്ദ്രൻ മാറി പുതിയ പ്രസിഡന്റ് വന്ന ആളെ ബൂസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഇവർ പൊക്കുന്നത് എന്തിനാണെന്നറിയാമോ? ടപ്പെന്ന് താഴെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിൽ ഒരു വിഭാഗത്തിന് BJP വിരുദ്ധത ഉണ്ട് എന്നത് പരമാർത്ഥമാണ് എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. ഞാനും മാധ്യമ പ്രവർത്തകരാണ്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, മാധ്യമ പ്രവർത്തകർക്ക് പണ്ട് CPM വിരുദ്ധതയുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് BJP വിരുദ്ധതയാണ്. അതിൻ്റെ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ മീഡിയ സ്കൂളുകളിൽ പ്രസ് അക്കാഡമികൾ. ഇപ്പോൾ കേരളത്തിലെ മീഡിയ സ്കൂൾ എന്ന് പറഞ്ഞാൽ കേരള മീഡിയ അക്കാഡമിയും പിന്നെ ഭാരതീയ വിദ്യാഭവൻ്റെ ഒരു ജേർണലിസം PG കോഴ്സും പഠിച്ചിട്ടാണ് ഭൂരിപക്ഷം മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ വരുന്നത്. ഇപ്പോൾ MCG ഒക്കെ പഠിക്കുന്ന, ഡിഗ്രിയൊക്കെ പഠിച്ചു വരുന്ന ആളുകളില്ല എന്നല്ല പറയുന്നത്. പിന്നെയുള്ളത് കേരളത്തിലെ പ്രസ് ക്ലബ്ബുകൾ നടത്തുന്ന, കോട്ടയത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ നടത്തുന്ന പ്രസ് ക്ലബിൻ്റെ ഒരു കോഴ്സ്. അതിന് ഈ പറഞ്ഞ പോലെ ഒരു വലിയ വാലിഡിറ്റി ഒന്നുമില്ല, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല. അതൊരു സർട്ടിഫിക്കറ്റാണ്. അതിന് ആര് അംഗീകരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ സാങ്കേതികത്വം, ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയാവുന്നല്ലാത്ത ഏതെങ്കിലും സർവകലാശാലയൊക്കെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ KUWJ പോലും, ഞാനിവിടെ മെമ്പറായിട്ടുള്ള KUWJ പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണോ എന്ന് ചോദിച്ചാൽ സംശയകരമാണ്. KUWJ അങ്ങനെ KUWJ ഒരു ട്രേഡ് യൂണിയൻ അല്ലേ, അതിനൊരു വിദ്യാഭ്യാസ കോഴ്സിന് അംഗീകാരം നൽകാനൊന്നും കഴിയില്ല. അപ്പം ഇത് ഇങ്ങനെ വരുന്ന മാധ്യമ പ്രവർത്തകർ ഇതിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. ഇടതുപക്ഷ AISFലും SFIയിലും. AISF എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് മനഃപൂർവ്വമാണ്. കാരണം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിൽ നല്ല ശതമാനം AISF ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഏഷ്യാനെറ്റിനെ കുറിച്ച് പറയുന്നു. ഏഷ്യാനെറ്റ് വലിയ തോതിൽ BJP വിരുദ്ധത കൊണ്ടു നടക്കുന്ന ഒരു ചാനലാണെന്ന് പറയുന്നുണ്ട്. അത് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ പല പ്ലാറ്റ്ഫോമിലും ഏഷ്യാനെറ്റിൻ്റെ പല പരിപാടികളും പക്ഷപാതിത്വം നിറഞ്ഞാണ്, ഡെലിബറേറ്റാണ് BJP അറ്റാക്ക് ചെയ്യുക. അതിനുള്ള പ്രധാന കാരണം ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ചില ആളുകളെ കുറിച്ച് പറയാതെ പറ്റില്ല. MG രാധാകൃഷ്ണൻ. അദ്ദേഹം കേരളത്തിലെ ഇപ്പം നിങ്ങൾ മറ്റേ ധന്യൊക്കെ പറയുന്ന ഭാഗയിൽ അന്തം കമ്പി നിലപാട് എടുത്തിട്ടുള്ള ഒരാളാണ്.
അങ്ങനെ വലതുപക്ഷ വിരുദ്ധതയാണ് തൻ്റെ രാഷ്ട്രീയ മുഖം, തൻ്റെ വാർത്തകളുടെ മുഖമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആരാണ്? എം ജി രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി എങ്ങനെയാണ്? ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രം ശബ്ദിക്കുന്ന ഒരാൾ, ഇടതുപക്ഷത്തെ വെള്ള പൂശാൻ ശ്രമിക്കുന്ന ഒരാൾ, അങ്ങനെ കുറേ പേരുണ്ട്. ഇപ്പോൾ KJ ജേക്കബ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ആളാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ വടക്ക് നോക്കി യന്ത്രമാണ്, ഒരു മാധ്യമപ്രവർത്തനമൊക്കെയാണ്, ബുദ്ധിജീവിയാണ്. പക്ഷേ അദ്ദേഹം ഒറ്റ കണ്ണുകൊണ്ടേ കാണത്തുള്ളൂ, മഞ്ഞ കണ്ണടയല്ല ചുവന്ന കണ്ണട വെച്ചേ കാണത്തുള്ളൂ. ബാക്കി അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്ന് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് BJP വിരുദ്ധത, RSS വിരുദ്ധത പ്ലസ് ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഹിന്ദു വിരുദ്ധതയാണ്. ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രം ശബ്ദിക്കുന്ന ആൾ, അവരൊക്കെ വലിയ സാംസ്കാരിക നായകന്മാരാണ്. ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ചാൽ നിങ്ങൾ കേരളത്തിലെ സാംസ്കാരിക നായകരാണ്. വലതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ നിങ്ങൾ തമസ്കരിക്കപ്പെടേണ്ടവരാണ്, എതിർക്കപ്പെടേണ്ടവരാണ്, പറ്റിയ തട്ടിക്കളയേണ്ട ആളുകൾ. ഇതാണ് നമ്മുടെ കേരളത്തിലെ പോളിസി. അപ്പോൾ ഞാൻ പറയുന്നത് പല മാധ്യമ സ്ഥാപനങ്ങളിലും അവരുടെ അക്കാഡമിക് ബ്രില്യൻസ്, ഇവരിലൊക്കെ അക്കാഡമിക് ബ്രില്യൻസ് ഇല്ലാത്തവരൊന്നും പറയുന്നില്ല, ബ്രില്യൻസ് കൊണ്ട് തലപ്പത്ത് വന്നിട്ടുള്ള ആളുകളുണ്ട്. അവർ കുറേ കാലങ്ങളായി സെറ്റ് ചെയ്ത ഒരു അജണ്ടയുണ്ട്. അതാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ട്രാക്ക്. അപ്പോൾ നോക്കൂ, ഇവിടെ എന്താ സംഭവിച്ചത്? ഏഷ്യാനെറ്റിൽ MG രാധാകൃഷ്ണൻ, പിന്നെ ഏഷ്യാനെറ്റിലേക്ക് വളരെ പെട്ടെന്ന് കൈരളി TVയിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ ഒരാൾ വന്നു. അറിയാലോ ആരാണെന്ന്? ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസ് വന്നിട്ട് എന്തായെന്നറിയോ? ജോൺ ബ്രിട്ടാസിൻ്റെ കാലത്ത് ജോൺ ബ്രിട്ടാസ് വലിയ തോതിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി. ജോൺ ബ്രിട്ടാസ് ദേശാഭിമാനിയിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. അപ്പോൾ ഇടതുപക്ഷക്കാരാണ്, കട്ട ഇടതുപക്ഷക്കാരാണ്, കട്ട അന്തം കമ്മിയാണ്, അല്ലേ ഈ നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ. അപ്പോൾ അന്തം കമ്മിയായ അദ്ദേഹം വരുന്നു. അദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ സർവാധികാരിയായിട്ടാണ് വരുന്നത്. ആ സമയത്ത് ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ജോൺ ബ്രിട്ടാസിൻ്റെ കാലത്ത് നിയമനം കിട്ടിയ 90% 100% ആളുകളും CPM-കാരാണ്. അത് ഏഷ്യാനെറ്റ് തുടരുകയാണ്. പിന്നെ ഈ മാധ്യമരംഗത്തൊക്കെ വരുന്ന, ഇപ്പം ഞാൻ പറയട്ടെ, ഞാനിത് ഒരു മതമൊന്നും പറയുന്നില്ല, നമ്മുടെ മാധ്യമരംഗത്ത് വരുന്ന ആളുകൾക്ക് വിവിധ ജാതി മതത്തിൽ വരുന്ന ആളുകൾ, ഇപ്പം ഹിന്ദുക്കൾ വരുന്ന ആളുകൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും എന്താണ് മതേതരവാദികളും ഹിന്ദു വിരുദ്ധരുമായിരിക്കും. അവർക്ക് ഹിന്ദു എന്ന് പറയുന്നതാണ് ഏറ്റവും ലജ്ജാകരമായ അവസ്ഥ. ക്രിസ്ത്യൻസ് വളരെ കുറവാണ്. മാധ്യമപ്രവർത്തകർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഒന്ന് എണ്ണി നോക്കുക. എന്നാൽ അതേപോലെ തന്നെ മാധ്യമരംഗത്ത് ഇസ്ലാം മതത്തിൽ നിന്നുള്ള ആളുകളും വരുന്നുണ്ട്. അവരൊക്കെ ഈ ഇസ്ലാം മതത്തിൻ്റെ ഒരു പരിമിതി ഞാൻ നോക്കുന്നത്, പരിമിതിയല്ല അവരുടെ ശക്തി ഞാൻ കാണുന്നത്, അവരെന്തൊക്കെ പറഞ്ഞാലും എന്ത് വിപ്ലവമൊക്കെ പറഞ്ഞാലും അവസാനം വരുമ്പോൾ അവർ ഒന്നാണ്. അല്ല, അവർ ഒരു ഇസ്ലാമിക വിശ്വാസധാരയിൽ നിന്ന് പോകുന്നില്ല. അങ്ങനെ പോകുന്ന ആളുകൾ ഇപ്പോൾ എമുക്കൾ മാത്രമേ ഉള്ളൂ, എക്സ് മുസ്ലിംസായ ആളുകൾ മാത്രമേ ഉള്ളൂ. 100% ഞാൻ സെക്കുലറാണ്, ഞാൻ മതത്തിൻ്റെ ആളല്ല എന്ന് പറയുന്നത്. പക്ഷേ മുസ്ലിം ആയിട്ടുള്ള ആളുകൾ, മാധ്യമപ്രവർത്തകരാവട്ടെ, അവർ ഏത് സാംസ്കാരിക പ്രവർത്തകരാവട്ടെ, അതുകൊണ്ടാണല്ലോ KEN കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന CPM നേതാവ് CPM-കാരനാണ്. അയാൾ എന്താ പറഞ്ഞത്? ഫാസിസത്തെ തോൽപ്പിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്ലാം മതത്തിലേക്ക് മതം മാറി വരികയാണെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അവസാനം വരുമ്പം മതമാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട്, മാധ്യമരംഗത്തും ഉണ്ട്, ഒരു മേഖലയിൽ നിന്നും മാറി നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ BJP-ക്കെതിരെയുള്ള ഡെലിബറേറ്റ് ആക്രമണം നടക്കുന്നത്. ഈ ഷാനി പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? കേരളത്തിൽ ഈ ഇസ്ലാമിക ശക്തികൾ ഒരുപാട് തോന്നിവാസങ്ങൾ കാണിക്കുന്നുണ്ട്, അവർ ചെയ്യുന്ന പലതും തെറ്റാണ്. പക്ഷെ ഞങ്ങളത് പറയാത്തത് RSS വളരുമല്ലോ എന്നോർത്താണ്. ഇതാണ് മാധ്യമപ്രവർത്തകരുടെ ഒരു ലക്ഷ്യം. എന്തൊക്കെ സംഭവിച്ചാലും കേരളത്തിൽ BJP RSS വളരരുത്, അവരുടെ പ്രവർത്തകരായി അതുമായി ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകളെ ടാർണിഷ് ചെയ്യുക, തകർക്കുക എന്നുള്ളത് ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് ഇവരുടെ രക്തത്തിലലിഞ്ഞ കാര്യമാണ്. കാരണം കേരളത്തിലെ മാധ്യമങ്ങളെ ഭരിക്കുന്നത് പ്രോ ഇസ്ലാമിസ്റ്റ്, പ്രോ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു മഹാഭൂരിപക്ഷമാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. അത് നിസ്തർക്കമായ കാര്യമാണ്. അതിനെ നമ്മൾ തള്ളിക്കറിഞ്ഞിട്ടോ ഒളിച്ചു വെച്ചിട്ടോ മറച്ചു വെച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? സമീപകാലത്തുണ്ടായ 2-3 ഇപ്പോൾ ഞാൻ എൻ്റെ സംഘടന KUWJ സുരേന്ദ്രനെതിരെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്, സുരേഷ് ഗോപിക്കെതിരെ ഇറക്കിയിട്ടുണ്ട്. അത് KUWJ എന്ന നിലയിൽ മാധ്യമപ്രവർത്തകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ KUWJക്ക് ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, പക്ഷേ KUWJക്ക് അത് ഞാൻ എൻ്റെ സംഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ വിമർശിക്കുകയാണ്. ഇതേ KUWJക്ക് മാന്യമായി മാധ്യമപ്രവർത്തകരോട് പെരുമാറണം എന്ന് പറയാൻ കൂടെ ബാധ്യതയുണ്ട്. അതായത് ഡൽഹിയിൽ സുരേഷ് ഗോപിയുടെ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹം കുത്തും എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ആഖ്യാനം നടത്തി. വേണമെങ്കിൽ അശ്ലീലെന്ന് പറയാം, അല്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്ന ഒരു ആംഗ്യം കാണിച്ചു. KUWJ അത് വളരെ മോശമായി എന്ന് പറഞ്ഞില്ല, പറയണമായിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ നോക്കൂ. സുരേഷ് ഗോപിയെ വളരെ ഡെലിബറേറ്റായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിയെ ഏറ്റവും കൂടുതൽ തോൽപ്പിക്കാൻ ശ്രമിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളാണ്, ഇടതുപക്ഷവുമല്ല വലതുപക്ഷവുമല്ല. അതിനുശേഷം സുരേഷ് ഗോപിയോട് എടുക്കുന്ന നിലപാടെന്താ? സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷവും
അദ്ദേഹത്തിൻ്റെ പിന്നാലെ ക്യാമറയായിട്ട് നടക്കുന്ന അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടല്ല. എന്തെങ്കിലും ഒരു വീഴ്ച അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയാൽ അത് കാണിക്കുക, അത് റെക്കോർഡ് ചെയ്ത് ആർക്കൈവ്സിൽ സൂക്ഷിക്കുക, അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉപയോഗിക്കുക. അതിനുവേണ്ടിയുള്ളൊരു പണി കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് BJP സംശയിക്കുന്നുണ്ട്. അതിനകത്ത് ചില വസ്തുതകളുണ്ട് എന്ന് ആർക്കും തോന്നിപ്പോകും. ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞതെന്ന്, സുരേഷ് ഗോപി പറഞ്ഞു, അതായത് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു പാർലമെൻറ്റിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പാർലമെൻറ്റിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനുള്ള മറുപടി പാർലമെൻറ്റിൽ എന്താണ്? ഞാൻ ഒന്നെങ്കിൽ പ്രസംഗിക്കും, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ നിങ്ങൾ പറയുന്ന നിലപാടിനെതിരെ ബില്ല് പാസ്സാക്കും, ഇതല്ലേ, അല്ലെ വോട്ട് ചെയ്യും. അത് പാർലമെൻറ്റിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞത് ഒരു മാധ്യമ പ്രവർത്തകനെ ഭീഷണിപ്പെടുത്തിയതാണ്. എന്ത് തരത്തിൽ ഒരു നിലപാടെടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ സുരേന്ദ്രൻ അവസാനം പറഞ്ഞ എന്താണ്? ഞങ്ങൾ നേരിടും, ഞങ്ങൾ മറുപടി തരും. മറുപടി പറയാൻ BJPക്ക് അവകാശമില്ലേ? അതുപോലെ സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞേക്ക് ഇന്നലെ പറഞ്ഞാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദം. അത് ഓഫീസിലേക്ക് വരും. അത് ഓഫീസിലേക്ക് വന്നാൽ എന്താ? നിങ്ങളുടെ ഓഫീസിലേക്ക് വരുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? നിങ്ങൾ കൊടുത്തൊരു വാർത്ത വ്യാജമാണെങ്കിൽ ഈ വാർത്ത വ്യാജമാണ് എന്ന് പറയാൻ, അത് ബോധിപ്പിക്കാൻ നിങ്ങളെ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനെ, അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിലിരിക്കുന്ന എഡിറ്ററെ, നിങ്ങളുടെ അധികാരിയെ വന്ന് കാണാൻ BJPക്ക് അവകാശമില്ലേ? കണ്ടാൽ എന്താ കുഴപ്പം? അപ്പോൾ അത് ഉടനെ നമ്മളത് പ്രതിഷേധിച്ച് അയ്യോ ഞങ്ങളുടെ ഓഫീസിലേക്ക് വരില്ലേ, വന്ന് നിങ്ങളുടെ ഓഫീസ് കത്തിക്കുന്നതല്ല പറഞ്ഞത്. അങ്ങനെ ചെയ്ത പാരമ്പര്യം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളൂ. പത്ര ഓഫീസുകൾ അടിച്ചു ചേർത്തിട്ടുള്ള ആരാണ്? ആശുപത്രികളിൽ അടിച്ചു ചേർത്തിട്ടുള്ള ആളാണ്. നമ്മുടെ എറണാകുളം ഈ കലൂരിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ പോയ അങ്കമാലി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുണ്ട്. അവിടുത്തെ ആശുപത്രി അടിച്ചു ചേർത്ത് ബൈബിൾ കത്തിച്ച് തരാതറിയോ? CPM-കാരാ. അപ്പോൾ കേരളത്തിൽ BJPക്കാർ എത്ര പാർട്ടി ഓഫീസ് ആക്രമിച്ചിട്ടുണ്ട്, എത്ര ആശുപത്രി ആക്രമിച്ചിട്ടുണ്ട്, എത്ര പത്ര ഓഫീസ് ആക്രമിച്ചിട്ടുണ്ട്? BJP സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾക്കെതിരെ വ്യാജ വാർത്തകൾ കൊടുത്താൽ ഞങ്ങൾ നിങ്ങളുടെ ഓഫീസിലേക്ക് വരും. തീ വെക്കാനല്ലപ്പാ. ഞാൻ സുരേന്ദ്രനോട് ചോദിച്ചു അതെന്തിനാണ് നമുക്ക് പരാതി പറയാനില്ലേ? ആ റിപ്പോർട്ടറെ കണ്ടിട്ട് നിങ്ങൾ കൊടുത്ത റിപ്പോർട്ടർ തെറ്റാണ്, ഇതാണ് ശരിയായ റിപ്പോർട്ടെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടർ മനഃപൂർവ്വം ഞങ്ങളെ ഉപദ്രവിക്കുന്നു, നിങ്ങളുടെ ന്യൂസ് എഡിറ്ററോട്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഡിറ്ററോട്, അല്ലെങ്കിൽ എഡിറ്ററോട്, ചീഫ് എഡിറ്ററോട് പറയാൻ ഏതൊരു മനുഷ്യനും അവകാശമില്ലേ? അപ്പോൾ ആ അവകാശം സുരേന്ദ്രനില്ലേ? BJPക്കില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകന് രാഷ്ട്രീയം ഉണ്ടാവും. മനുഷ്യൻ ഒരു രാഷ്ട്രീയ ജീവിയാണ്, മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ ജീവിയാണ്. അതുകൊണ്ട് നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം ഒന്ന് മാറ്റിവെക്കുക. കാരണം നമ്മൾ ജോലി ചെയ്യുന്നത് വേണമെങ്കിൽ ഇപ്പം മീഡിയ മലയാളത്തിന് വേണ്ടിയിട്ടാണ് തന്നെ ജോലി ചെയ്യുന്നത് എന്ന് സാങ്കേതികമായി പറയാം. പക്ഷേ ഒന്നുകൂടെ ചോദിച്ചാൽ മീഡിയ മലയാളത്തിന് വേണ്ടിയിട്ടല്ല ജോലി ചെയ്യുന്നത്, നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, അവർക്കറിയാനുള്ള കാര്യങ്ങൾ, അവർക്ക് ചിലപ്പോൾ സുരേന്ദ്രനോടോ നരേന്ദ്രമോദിയോടോ പിണറായി വിജയനോടോ ഗോവിന്ദനോടോ ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണ് മാധ്യമപ്രവർത്തകർ. ഒന്നെങ്കിൽ മാധ്യമപ്രവർത്തകന് സ്വന്തം സംശയം ദൂരീകരിക്കാം, അത് അയാളുടെ പേഴ്സണലാണ്. ഒരു കാര്യം ചോദിച്ച് നമ്മുടെ സംശയം ചോദിക്കാം, നമ്മളൊക്കെ ചോദിക്കാറുണ്ട്. ആ സംശയം ചോദിക്കുന്ന വ്യക്തിപരമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ആർക്കെങ്കിലും വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കാം. അതും മാധ്യമപ്രവർത്തനമല്ല. മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരാളോട് ചോദിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനം. നിർഭാഗ്യവശാൽ ഇപ്പോൾ നടക്കുന്നത് ഓരോ മാധ്യമപ്രവർത്തനം ഓരോ അജണ്ടയായി വരുന്നു. ആ അജണ്ടയ്ക്കനുസരിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ വാർത്തകൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കുന്നു. അതിപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നുണ്ട്. സുരേന്ദ്രനെ പോലെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വലിയ താമസമില്ലാതെ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലേക്ക് മാറേണ്ടി വരും. കാരണം ഈ മാധ്യമരംഗത്ത് വാർത്ത 24 മണിക്കൂറും വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി എന്തും കാട്ടിക്കൂട്ടിയാലും കുഴപ്പമില്ല എന്നൊരു ട്രെൻഡ് ഉണ്ടായി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ടല്ല BJPക്കെതിരെ ആക്രമിക്കുന്നത്. തന്നെ ആദ്യം പറഞ്ഞ പോലെ അത് മനഃപൂർവ്വമാണ്. മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്ന ഒരുപറ്റം മാധ്യമപ്രവർത്തകരുണ്ട്. അവർ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. കാരണം ഇവർ മാത്രം ചോദ്യം ചോദിച്ചാൽ പോരല്ലോ, അവരോടും ചിലതൊക്കെ ചോദിക്കാൻ ആളുകൾക്കുണ്ടാവും. മാധ്യമപ്രവർത്തകർ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാധ്യമപ്രവർത്തകന് ഇവിടുത്തെ സാധാരണ പൗരന് ഉള്ളതിൽ കൂടുതൽ ഒരധികാരവും ഒരവകാശവും ഇല്ല. അത് ഓർമ്മിച്ചാൽ പ്രശ്നങ്ങൾ തീരും.